ഒരു കാലത്ത് ഒരു തീവ്ര ഹിന്ദുത്വവാദി എന്നുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നെങ്കിലും അതിനപ്പുറത്തൊരു മനുഷ്യസ്നേഹിയായിട്ടുള്ള വ്യക്തിയാണ് എന്ന് പിന്നീട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. 11 വർഷമായിട്ടല്ലേ ഫണ്ടുള്ളൂ, അതിൻ്റെ മുമ്പൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള കാലത്ത് സംഘടനാ പ്രവർത്തനം നടത്തിയ ആളുകളെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ഇന്നലെ കയറി വന്ന, അതായത് BJPയുടെ കഷ്ടകാലത്തൊന്നും കൂടെ ഇല്ലാതെ ഇപ്പം അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഗുണമുണ്ട് എന്ന് കണ്ട് ചാടി വന്നിട്ടുള്ള അഖിൽമാരാരെ ഒരു സീറ്റിൽ കൊണ്ട് നിർത്തുന്നു. രശ്മിയെ കൊട്ടാരക്കരയെ നിർത്താൻ പോകുന്നു. ഇനി വഴിയെ പോകുന്നവരാരെങ്കിലുമൊക്കെ അതിനകത്ത് പോയി ചേർന്ന് കഴിഞ്ഞാൽ അവർക്കെല്ലാം സീറ്റ് കൊടുക്കും. പക്ഷേ BJPക്ക് ഒറ്റ MLA-മാരില്ലാത്ത കേരളത്തിൽ 2016 തുടങ്ങിയ നിയമത്ത് ഓപ്പൺ ചെയ്ത അക്കൗണ്ട് 2021 പൂട്ടിക്കപ്പെട്ട സ്ഥിതിയിൽ ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവർ പോലും കണക്ക് കൂട്ടുന്നത് 5 തൊട്ട് 12 വരെയാണെങ്കിലും ഇപ്പോഴത്തെ ഒരു സിനോറിയോ വെച്ചിട്ട് അവരെ നാഞ്ഞു പിടിച്ചാൽ 20 സീറ്റ് വരെ പിടിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, 2 മാസം കൂടി ബാക്കിയുള്ളൂ. ഈ സമയത്ത് BJPയുടെ സീറ്റ് ചർച്ചകൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്കാണ് ഈ A ക്ലാസ് മണ്ഡലങ്ങളും B ക്ലാസ് മണ്ഡലങ്ങളും C ക്ലാസ് മണ്ഡലങ്ങളും ഒക്കെ കൂടുതലുള്ളത്. പക്ഷേ BJPക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവർക്കൊക്കെ സീറ്റ് കിട്ടാനായിട്ട് സാധ്യതയുണ്ടോ, അതോ പുതുമുഖങ്ങളായിരിക്കുമോ മത്സരിക്കാൻ വേണ്ടി പോവുക? അതായത് കേരളത്തിൽ BJP എന്ന് പറയുന്നൊരു പാർട്ടി കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ പോലും ഒരു കാലത്തും അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാത്ത കാലത്ത് അന്ന് പണിയെടുത്ത് തുടങ്ങിയിട്ടുള്ള ജനസംഘം തൊട്ടുള്ള പ്രവർത്തകർ കേരളത്തിലുണ്ട്. മാരാർജി അന്തരിച്ചു പോയി. പക്ഷേ കുമ്മനം രാജശേഖരനൊക്കെ ജോലി രാജിവെച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയ ഒരാളാണ്. ശബരിമല സംരക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് പുള്ളി ആദ്യം വരുന്നത്. പിന്നെ ആറന്മുള വിമാനത്താവളത്തിൽ പുള്ളിയുടെ ഇനിഷ്യേറ്റീവ് വളരെ നല്ലതുമായിരുന്നു. കാരണം അത് പാരിസ്ഥിതിക വിഷയമാണ്. അത്തരം പരിസ്ഥിതി വിഷയങ്ങളും എടുത്തിട്ടുണ്ട്. ഒരു കാലത്ത് ഒരു തീവ്ര ഹിന്ദുത്വവാദി എന്നുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നെങ്കിലും അതിനപ്പുറത്തൊരു മനുഷ്യസ്നേഹിയായിട്ടുള്ള വ്യക്തിയാണ് എന്ന് പിന്നീട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ, ഒരു വനിതാ നേതാവ്, കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിട്ടുള്ള വനിതാ നേതാവാണ്. MT രമേശ്, CK പത്മനാഭൻ, അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു തലയ്ക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തിനേറെ ചാനൽ ചർച്ചയിൽ പോയിരുന്ന് തൊണ്ടയിലെ വെള്ളം പറ്റിക്കുന്ന സന്ദീപ് വാചസ്പതി ചെങ്ങന്നൂർ മിക്കവാറും സന്ദീപ് തന്നെയായിരിക്കും വരുന്നത്. ശോഭാ സുരേന്ദ്രനും പിന്നെ അമ്പലപ്പുഴയോ അല്ലെങ്കിൽ കായംകുളത്തോ ഹരിപ്പാടും പറഞ്ഞേക്കുന്നു, പാലക്കാടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരെ എവിടെ കൊണ്ടു നിർത്തിയാലും വോട്ട് പിടിക്കാം. ഹരിപ്പാടൊക്കെ വന്നേലത്തെ അവസ്ഥ അത് വല്ലാത്ത അവസ്ഥ തന്നെയായിരിക്കും. പിന്നെ ഹരിപ്പാട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടിടത്തും വോട്ട് മറിയും. പിന്നെ ചിലപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിൽ എവിടെയും പ്രചരണത്തിന് പോകാൻ പറ്റത്തില്ല, മണ്ഡലത്തിൽ കിട്ടിയിടും. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പം ഇത്രയും കാലം ഈ വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്ത് ബാക്കിയുള്ള രാഷ്ട്രീയ എതിരാളികളുടെ അക്രമങ്ങളെ അതിജീവിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ, കയ്യിൽ പൈസ ഇല്ലാതിരുന്ന് നടത്തിയ, രാജ്യത്ത് ഇപ്പോഴല്ലേ അവർക്ക് ഫണ്ടുള്ളേ, 11 വർഷമായിട്ടല്ലേ ഫണ്ടുള്ളേ, അതിൻ്റെ മുമ്പൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള കാലത്ത് സംഘടനാ പ്രവർത്തനം നടത്തിയ ആളുകളെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ഇന്നലെ കയറി വന്ന, അതായത് BJPയുടെ കഷ്ടകാലത്തൊന്നും കൂടെ ഇല്ലാതെ ഇപ്പം അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഗുണമുണ്ട് എന്ന് കണ്ട് ചാടി വന്നിട്ടുള്ള അഖിൽമാരാരെ ഒരു സീറ്റിൽ കൊണ്ട് നിർത്തുന്നു. രശ്മിയെ കൊട്ടാരക്കരയെ നിർത്താൻ പോകുന്നു. ഇനി വഴിയെ പോകുന്നവരാരെങ്കിലുമൊക്കെ അതിനകത്ത് പോയി ചേർന്ന് കഴിഞ്ഞാൽ അവർക്കെല്ലാം സീറ്റ് കൊടുക്കുക. ഇനിയിപ്പം നാളെ ഞാൻ BJPക്കകത്ത് പോയി ചേർന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സീറ്റ് ഉറപ്പാണ്. അതൊരു A ക്ലാസ് മണ്ഡലം തന്നെ കിട്ടും. CB പോയി ചേർന്നാലും കിട്ടും. അങ്ങനെ പത്രാവരം പിടിക്കാൻ വേണ്ടിയിരുന്നില്ല. അല്ല, ഞാൻ പറയാ, അല്ല ഇപ്പം നമുക്കൊരു സീറ്റ്, പിന്നെ നമുക്ക് അവരുമായിട്ട് ഒരു നെഗോഷിയേഷൻ നടത്തിയ ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റും കിട്ടും, ഫണ്ടും കിട്ടും. അതാണ് അതിൻ്റെ സൗകര്യം. കയ്യിൽ നിന്ന് പൈസ മുടക്കണ്ട. അപ്പോൾ പിന്നെ ഇനി A ക്ലാസ് നടന്നില്ല എന്ന് കൊണ്ട് കൂട്ടിക്കും, B ക്ലാസ് എന്തായാലും ഉറപ്പാണല്ലോ. എന്തായാലും ഒരു B ക്ലാസ് മണ്ഡലം ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി കാലങ്ങളായിട്ട് പ്രവർത്തിച്ച പ്രവർത്തകരെ തട്ടിമാറ്റുന്നതിന് തുല്യമാണ്. ഇപ്പോൾ CPM ഒക്കെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട്, അടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം പരിപാടികൾ എടുക്കാറുണ്ട്. കോൺഗ്രസും ചെയ്യാറുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പിന്നെ പക്ഷേ കോൺഗ്രസ് കയ്യിലുള്ളത് വിട്ടിട്ടല്ല കളിച്ചിട്ടുള്ളത്. നെയ്യാറ്റിൻകരയിൽ മറ്റേ സെൽവരാജിനെ അയാളുടെ സീറ്റ് അയാൾ രാജിവെച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ കൊടുക്കുന്നു. അൻവർ രാജിവെച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ അൻവറിന് വേറെ സീറ്റ് കൊടുക്കുന്നത്, അവർ സിറ്റിംഗ് സീറ്റ് അല്ല കൊടുക്കുന്നത്. പക്ഷേ നിലമ്പൂർ ഇങ്ങോട്ട് പിടിച്ചു തന്നിട്ടാണ് അൻവർ ഒരു സിറ്റിംഗ് സീറ്റ് അല്ലാത്തടത്ത് പോയിട്ടാണ് മത്സരിക്കുന്നത്. പിന്നെ സന്ദീപ് വാര്യർക്കും കൊടുക്കാൻ പോകുന്നത്, പിന്നെ അവർക്ക് സിറ്റിംഗ് സീറ്റ് അല്ല കൊടുക്കുന്നത്. സിറ്റിംഗ് സീറ്റിൽ എന്തായാലും കോൺഗ്രസ് വിട്ടുപിടിച്ചില്ലല്ലോ. കാരണം ഒരിക്കലും MLA ആയാൽ പിന്നെ ചാവുന്നിടം വരാൻ തന്നെ MLA. അപ്പം ഈ പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ചിലർക്ക് അങ്ങനെ സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ KP അനിൽകുമാറിനെ മിക്കവാറും ഇപ്രാവശ്യം കൊയിലാണ്ടി കൊണ്ടുപോയിടും. അങ്ങനെയുള്ള പിന്നെ പല ആൾക്കാരെയും TK MCയെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊക്കെ CPM-ന് ഗുണമുണ്ടായിട്ടുണ്ട്. V. അബ്ദുറഹ്മാൻ കോൺഗ്രസ് വിട്ട് വന്നതാണ്. V. അബ്ദുറഹ്മാനെ കൊണ്ടുവന്നു, അതുകൊണ്ട് താനൂർ സീറ്റ് പിടിച്ചെടുത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ BJPക്ക് ഒറ്റ MLA-മാരില്ലാത്ത കേരളത്തിൽ 2016 തുടങ്ങിയ നിയമത്ത് ഓപ്പൺ ചെയ്ത അക്കൗണ്ട് 2021 പൂട്ടിക്കപ്പെട്ട സ്ഥിതിയിൽ ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവർ പോലും കണക്ക് കൂട്ടുന്നത് 5 തൊട്ട് 12 വരെയാണെങ്കിലും ഇപ്പോഴത്തെ ഒരു സിനോറിയോ വെച്ചിട്ട്
അവരെ നാഞ്ഞു പിടിച്ചാൽ 20 സീറ്റ് വരെ പിടിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 2021 കെ സുരേന്ദ്രൻ 35 സീറ്റ് പിടിക്കും, കേരളം ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭൂലോകം അടയത്തരമാണെന്നുള്ളത് നമുക്കറിയായിരുന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പല ജില്ലയ്ക്കകത്തും പല കേന്ദ്രങ്ങളിലും വലിയ അടികൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫൈറ്റിംഗ് സീറ്റുകൾ എന്ന് പറയാവുന്നത് അവർക്കൊരു 10-35 സീറ്റ് ഫൈറ്റിംഗ് സീറ്റാണ്. ആ ഫൈറ്റിംഗ് സീറ്റുകൾക്കകത്ത് ഒരു 20 എണ്ണമൊക്കെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറ്റും. അപ്പോൾ ആ സമയത്താണ് ഇവർ വഴിയെ പോകുന്നവരെ പിടിച്ചെല്ലാം, ഇന്നലെ കയറി വരുന്നവരെല്ലാം പിടിച്ചങ്ങ് സീറ്റ് കൊടുക്കുക, എല്ലാവരെയും ഷാളണിയിച്ച് അങ്ങിരുത്തും. എന്നിട്ട് മാരാർജി ഭവനിലൊരു പത്രസമ്മേളനം നടത്തും, എല്ലാവർക്കും താമര ചിഹ്നമുള്ള ഷാളും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഇവർക്ക് സീറ്റാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പരിഗണിക്കേണ്ട ആൾക്കാരെ CK പത്മനാഭനൊക്കെ ഏത് കാലത്ത് പോയതാണ്. അതുമല്ല, കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് CK പത്മനാഭൻ. അതേപോലെ തന്നെ കുമ്മനമൊക്കെ നിയമസഭയിൽ വരേണ്ട ആളല്ലേ. കുമ്മനത്തിന് ഇനി ഒരംഗത്തിന് ബാല്യമില്ല. ഇത് ലാസ്റ്റ് ടൈം, അവസാനത്തെ ബസ്സാണ് കുമ്മനം. തീർച്ചയായിട്ടും. കാരണം ശരിക്കും പറഞ്ഞാൽ കുമ്മനത്തെ ഇത്തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 2024 മത്സരിപ്പിക്കേണ്ടതായിരുന്നു. സത്യത്തിൽ കുമ്മനത്തെ ആയിരുന്നു മത്സരിപ്പിക്കേണ്ടത്, രാജീവ് ചന്ദ്രശേഖരനെ ആയിരുന്നില്ല മത്സരിപ്പിക്കേണ്ടത്. കുമ്മനമാണെങ്കിൽ ചിലപ്പോൾ ജയിച്ചു പോകുമായിരുന്നു. കാരണം ശശി തരൂരുമായിട്ട് രാജീവ് ചന്ദ്രശേഖർ കേവലം 2 മാസം സമയം കിട്ടി കേരളത്തിൽ വന്ന് പ്രവർത്തിച്ചിട്ട് തന്നെ കുറഞ്ഞ വോട്ടുകൾക്കാണ് തോറ്റുപോയത്. അല്ല, രാജീവ് ചന്ദ്രശേഖർക്ക് കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ തിരുവനന്തപുരത്തിന്റെ അവസ്ഥ മാറിയത്. അത് മാറിയേനെ. ഇപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. രാജീവ് ചന്ദ്രശേഖരൻ ഒരുപാട് സ്വീകാര്യനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതെ. കാരണം ഒരു ന്യൂജൻ പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ ജൻസി കാലഘട്ടത്തിനകത്തെ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നുണ്ട്. അത് ശശി തരൂരിനും കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും യുവാക്കൾ വരെ പരാജയപ്പെടുന്നിടത്താണ് ഈ 10-60 വയസ്സുള്ള രാജീവ് ചന്ദ്രശേഖറും ഏകദേശം 70 വയസ്സ് ഉണ്ടെന്ന് തോന്നുന്നു ശശി തരൂരിന്. ഇത്രയും വയസ്സുള്ള ശശി തരൂരും ഈ ജൻസി യുഗത്തെ അഭിസംബോധന ചെയ്യാൻ പ്രാപ്തരാകുന്നു. ശശി തരൂരിനെയൊക്കെ കോൺഗ്രസ്സുകാർ എവിടെയെങ്കിലും അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല. കാരണം അത് പുള്ളിക്ക് അത്യാഗ്രഹം കൂടിപ്പോയി. മുഖ്യമന്ത്രിയാകാൻ വേണ്ടി, അതായത് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ജനാധിപത്യ പ്രക്രിയയ്ക്കകത്ത് മനോഹരമായ നിമിഷം തന്നെയാണ്. ഇല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് സോണിയാഗാന്ധി അങ്ങ് തീരുമാനിക്കുന്നു, മല്ലികാർജ്ജുൻ ഖാർഗെ അങ്ങ് പ്രസിഡന്റ് ആക്കുന്നു, എണീറ്റ് നടക്കാൻ പുള്ളിക്ക് വയ്യ പാവത്തിന്. പിന്നെ പുള്ളിയുടെ മോനെ അതിന് പകരം അവിടെ മന്ത്രിയാക്കിയിട്ടുണ്ട്, പ്രിയങ്ക ഖാർഗെ. 45 വയസ്സുള്ളയാണ് BJPയുടെ ദേശീയ അധ്യക്ഷൻ ഓർക്കണം. അതെ. അപ്പോഴാണ് 80 വയസ്സുള്ള ആളെ കൊണ്ടുപോയിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ യുവതുർക്കി എന്നുള്ളത്. പിന്നെ പ്രായം എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമാണ്, അതിനകത്തൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. VS അച്യുതാനന്ദൻ തെളിയിച്ചതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വയസ്സിനെ അപഹസിച്ചുകൊണ്ട് 2016 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രാഹുൽ ഗാന്ധി പരാമർശം നടത്തിയപ്പം തല നരച്ചതല്ലെൻ്റെ വാർദ്ധക്യം, തല നരക്കായികയല്ലെൻ്റെ യൗവനം, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുമ്പിൽ തല കുനിക്കായികയാണ് എൻ്റെ യുവത്വം എന്ന് കേരളത്തെ രോമാഞ്ചമണിയിപ്പിച്ച ഒറ്റ ആ വരികൾ ഉദ്ധരിച്ചോട് കൂടിയിട്ട് മാറി. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചതിന്റെ അവസ്ഥ. നമുക്ക് വീണ്ടും BJP രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാം. BJP രാഷ്ട്രീയത്തിനകത്ത് BJP ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ചെയ്യേണ്ട പണിയല്ല ചെയ്യുന്നത്. അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ പരിഗണിക്കുകയും അവരെ പലരെയും പ്ലേസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുകയും ചെയ്യണം എന്ന് കരുതിയിട്ട് അപ്പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നതിനകത്തൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ അഖിൽമാരാരെന്ന് പറയുമ്പോൾ വേറെ കാര്യമുണ്ട്, BJPക്ക് അതിനകത്ത് ഉത്തരവാദിത്വമില്ല. 2020 അത് സാബു ചേട്ടന് പറ്റിയിട്ടുള്ള അബദ്ധമാണ്. കാരണം പുള്ളിക്ക് ചില കാര്യങ്ങൾക്കകത്ത് പുള്ളി ഈ സെലിബ്രിറ്റികളുടെ പുറകെ പോകേണ്ട, ബിഗ് ബോസ് താരങ്ങളുടെ പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നാളെ 6 സീറ്റ് കൊടുക്കുക, 6 ഏബിളാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ അലൻ ജോസ് പെരേര 2020 പോയി ചേർന്ന പുള്ളിക്കും കൊടുക്കും ഒരു സീറ്റ്. ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാൻ ഈ പയ്യന്മാരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, ഇവരെ അപമാനിച്ചുകൊണ്ട് ഒരിക്കലും അഖിൽമാരായിട്ട് ഉപമിക്കരുത്. ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ ഇപ്പം എന്തെങ്കിലും PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു കക്ഷിയാണ്. നല്ല ഈ രാത്രി ആകുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു സന്തോഷ് വർക്കി എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, തുറന്ന് ഓപ്പണായിട്ട് പറയാറുണ്ട്, എനിക്ക് അങ്ങനത്തെ സൈക്കിക് ഇഷ്യൂ ഉണ്ട്, ഡിസോർഡർ ഉണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, മരുന്ന് ഇടയ്ക്ക് മുടങ്ങുന്നുണ്ട്, അതാണ് പ്രശ്നം. പക്ഷെ ഞാൻ പറയുന്നത്, അവൻ ഇൻ്റലിജൻ്റാണ്. അഖിൽമാരാർ ഇൻ്റലിജൻറ്റ് ഫ്രോഡെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിച്ച് കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ റെഫർ ചെയ്യായിരുന്നു, സംഘപരിവാറിനെതിരെ ആഞ്ഞടിക്കുക, കുറേ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. BJPയുടെ 85% BJPയുടെ ആശയങ്ങളോട് എനിക്ക് അനുകൂലിക്കാൻ പറ്റത്തുള്ളൂ, ബാക്കി 15% എനിക്ക് വിയോജിപ്പാണ് എന്ന് പറഞ്ഞ നിലപാടിൻ്റെ രാജകുമാരാണ് അഖിൽമാരാർ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അതിപ്പോഴത്തെ സ്റ്റാൻഡ്. അതേസമയം മുമ്പ് നഖസിദ്ധാന്തം എതിർക്കുകയായിരുന്നു, ഇവിടെ അപരവൽക്കരണം നടത്തുന്നു, ഇവിടെ വർഗീയമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ കുറ്റം പറയുന്നില്ല. ഇപ്പോൾ സന്ദീപ് വാര്യർ
പിന്നെ എന്തെല്ലാം രീതിയിൽ പിന്നെ കോൺഗ്രസിനെതിരെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നരേന്ദ്രമോദി കി ജയ് എന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരം ഭക്ഷണത്തിന് ശേഷം മരുന്ന് കഴിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്ന. പക്ഷേ സന്ദീപ് അപ്പുറത്ത് പോകുമ്പോൾ സന്ദീപിന് ഗതിയില്ലാതെ പോയതാണ്. സന്ദീപ് അപ്പുറത്ത് പോകുമ്പോൾ സന്ദീപ് അവരുടെ അത് ബി ജെ പിക്ക് ഒരു ലോസാണ് വേറെ രീതിയിൽ. കാരണം സന്ദീപ് എന്തായിരുന്നാലും നല്ല സീറ്റിൽ തന്നെ വരികയും ചെയ്യും. നല്ലൊരു ഫൈറ്റിംഗ് കാൻഡിഡേറ്റാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പോൾ ബി ജെ പി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല, 2021 തന്നെ അവർക്ക് പറ്റിയിട്ടുള്ള അബദ്ധം എന്താ? ഇവന്മാർ പൊട്ടന്മാരാന്നേ, ഭൂലോക പൊട്ടന്മാർ. അതുകൊണ്ടാണ് ഇവരെ KJP എന്ന് വിളിക്കുന്നത്. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ നോക്കുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാൽ തന്നെയും സീനിയർ ആയിട്ടുള്ള പല ആൾക്കാരെയും വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ, MT രമേശ് ഉൾപ്പെടെയുള്ളവരെ അവരുടെ സ്കില്ല് വേണ്ടത്ര യൂസ് ചെയ്യുന്നില്ല. ഞാൻ പറയുന്ന അനൂപ് ആൻ്റണിയെയോ അല്ലെങ്കിൽ ഷോണിനെയോ അവർക്ക് വിസിബിലിറ്റി കൊടുക്കുന്നതിനോ അവരുടെ ടാലൻറ്റ് യൂസ് ചെയ്യുന്നതിനോ വിമർശിക്കുകയല്ല. അവരുടെ കൂടെ അവർ പുതിയ ചെറുപ്പക്കാരാണ്, അവരുടെ കൂടെ ഇവരെയും കൂടെ കൂട്ടി നിർത്തിക്കൊണ്ട് വേണം ഈ ടീം വർക്ക് പോകാൻ. ആ ടീം വർക്ക് പോകുമ്പോൾ കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യുന്നതിനകത്ത് കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഇടപെടൽ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2021 അവർക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ കേരളത്തിലാണ്, ഉത്തരേന്ത്യയിലാണെങ്കിൽ ഹെലികോപ്റ്റർ കാണാൻ ആൾ വരും. കാരണം ഹെലികോപ്റ്റർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുള്ളതിൻ്റെ പേരിൽ വോട്ട് ചെയ്യും ആൾക്കാർ. ഇതെന്ത് ചെയ്തു? കോന്നിയിലും കൊണ്ടുപോയി നിർത്തി, മഞ്ചേശ്വരത്തും കൊണ്ടുപോയി നിർത്തി. പുള്ളിയെ മഞ്ചേശ്വരത്ത് മാത്രം നിർത്തിയിരുന്നെങ്കിൽ അന്ന് കെ സുരേന്ദ്രൻ ജയിച്ചു പോരായിരുന്നു. ഇനിയിപ്പോൾ മഞ്ചേശ്വരം തിരിച്ചു പിടിക്കലൊന്നും LDFനും സാധ്യമല്ല, BJPക്കും സാധ്യമല്ലാത്തൊരവസ്ഥയല്ല. കാരണം അഷ്റഫ് അത്യാവശ്യം നല്ല ഇമേജ് ഉണ്ടാക്കിയിട്ട്, പ്രത്യേകിച്ചും ആ ഷിരൂരിൽ അർജുൻ മരണപ്പെട്ട സംഭവത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സപ്തഭാഷാ സംഗമ ഭൂമിയാണല്ലോ കാസർഗോഡ് ജില്ല. അവിടെ എല്ലാ ഭാഷയും തുളുവും കന്നഡയും മലയാളവും ഇതെല്ലാം നന്നായിട്ട്, കൊങ്ങിണി എല്ലാം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അഷ്റഫ്. അഷ്റഫ് നന്നായിട്ട് പിന്നെ അഷ്റഫിനെ മറിച്ചിടാണെന്ന് ഇനിയിപ്പോൾ പറ്റത്തില്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം പക്ഷേ മഞ്ചേശ്വരത്ത് തന്നെ ആയിരിക്കും കെ സുരേന്ദ്രൻ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായിരുന്നാലും BJP പുതിയ ചെറുപ്പക്കാരെയും കൂടെ കൊണ്ടുവരികയും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, കാലങ്ങളായിട്ട് പ്രവർത്തിച്ച, ഇപ്പം സദാനന്ദ മാഷ് രാജ്യസഭയിലോട്ട് അയച്ചത് ഒരു കാലത്തിൻ്റെ കാവ്യനീതിയായിട്ട് ഞാൻ കാണുന്നു. ഇതേ രീതിയിൽ തന്നെ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫസർ TJ ജോസഫിനെ രാജ്യസഭയിലോട്ടൊന്ന് നാമനിർദ്ദേശം ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം മാറും. പ്രൊഫസർ TJ ജോസഫ് ഒരു പിന്നെ വർഗീയതയുടെ ഇരയാണ്. TJ ജോസഫ് കൈവിട്ട് മാറ്റപ്പെട്ട പ്രൊഫസർ ജോസഫ് മാഷെ ഇവർ രാജ്യസഭയിലോട്ട് നോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ, PT ഉഷയെ നോമിനേറ്റ് ചെയ്തതിന് പകരം നോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ, അതായത് പറയുന്നത് ഇവന്മാർക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത്, നോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ ട്രെൻഡ് മാറി, കേരളത്തിനകത്തെ ട്രെൻഡ് മൊത്തത്തിൽ മാറി. കാരണം എന്ന് വെച്ചാൽ കൈവെട്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് അവിടെ മറ്റേ മുദ്രാവാക്യം കൂടെ പിന്നെ ആളുകളുടെ മനസ്സിലേക്ക് വരും. അരിയും മലരും പിന്നെ കാത്തു വെച്ചോളൂ, കുന്തിരിക്കം കത്തിച്ചോളൂ, വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ. അതായത് ഞങ്ങൾ കാലന്മാരാന്ന് സ്വയം വിശേഷിപ്പിച്ച ലോകത്തെ ആദ്യത്തെ ടീം. അപ്പോൾ എന്തായിരുന്നാലും ഇവർക്ക് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നതിന് അവർ നമുക്ക് കൺസൾട്ടിങ് ഫീസ് തരണം എന്നുള്ള ഒരഭിപ്രായം മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം.